നമസ്കാരം. ചന്ദ്രനിൽ പോയാലും ഒരുപക്ഷെ ഒരു മലയാളിയെ അവിടെ കണ്ടേക്കാം എന്നുള്ളത് പണ്ട് മുതലുള്ള ഒരു ചൊല്ലാണ്. മലയാളിയുടെ കഠിനാധ്വാനത്തെയും അതുപോലെ തന്നെ നവീനമായ യുഗത്തിൽ ജീവിക്കാനുള്ള തത്തപ്പാടിനെയും അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഏറ്റവും വെല്ലുവിളിയായിരിക്കുന്നത് മലയാളികൾക്കാണെന്ന് പറയാം. ഒരുപക്ഷെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്ന വാർത്ത കേരളത്തിൽ ഉള്ളതിനേക്കാൾ മലയാളികൾ ഗൾഫിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. സൗദിയിൽ 5 പേരടക്കം ഗൾഫിൽ 7 മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നു. മലപ്പുറം രാമപുരം സ്വദേശി അബ്ദുൾ സലാം എന്ന 58-കാരനും മുതുവല്ലൂർ സ്വദേശി പറശ്ശേരി ഉമ്മർ എന്ന 53-കാരനും ഒതുക്കങ്കൽ സ്വദേശി മുഹമ്മദ് ഇല്യാസ് എന്ന 47-കാരനും കൊല്ലം പുനലൂർ സ്വദേശി ഷംസുദ്ദീൻ എന്ന 42-കാരനുമാണ് ജിദ്ദയിൽ മരിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഷാനവാസ് ഇബ്രാഹിം കുട്ടി എന്ന 32-കാരൻ സൗദിയിലെ ജുബൈലിലാണ് മരിച്ചു വീണത്. തൃശൂർ ചാവക്കാട് സ്വദേശി അഖിലാട് ഷക്കീർ എന്ന 48-കാരനും പാലക്കാട് അജനലൂർ സ്വദേശി മുജീബ് റഹ്മാൻ എന്ന 42-കാരൻ എന്നിവർ അബുദാബിയിൽ വെച്ചാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ UAE-യിൽ മരിച്ച മലയാളികളുടെ എണ്ണം 70 മാറിയിരിക്കുന്നു. 2 ദിവസത്തിനിടെ 14 മലയാളികളാണ് ഗൾഫിൽ മരിച്ചത്. ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഇപ്പോൾ 1,83,969 മാറിക്കഴിഞ്ഞു. 865 പേരാണ് ഇവിടെ മരിച്ചത്. 80,383 പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട്. 1,02,721 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. സൗദി അറേബ്യയിൽ 72,560, ഖത്തറിൽ 43,714, UAE-യിൽ 29,485, കുവൈറ്റിൽ 21,302, ബഹ്റിനിൽ 10,000-ഓളം, ഒമാനിൽ 7,000-ഓളം എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ എണ്ണം. ഞായറാഴ്ച 6,368 പേർക്ക് പുതുതായി രോഗം ബാധിച്ചിട്ടുമുണ്ട്. അതേസമയം കേരളത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് 6ാമത്തെ മരണവും സംഭവിച്ചിരിക്കുന്നു. കണ്ണൂർ സ്വദേശിയായ ആയിഷ എന്ന 62-കാരിയാണ് മരിച്ചത്. 24 മണിക്കൂറിനിടെ ഇത് മലയാളികളെ സംബന്ധിച്ച് ഏറെ വിഷമമുളവാക്കുന്ന വസ്തു തന്നെയാണ്. സൗദിയിൽ 11 പേരും, കുവൈറ്റിൽ 8 പേരും, ഖത്തറിൽ 2 പേരും, UAE, ഒമാൻ, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ഒരാൾ വീതവുമാണ് പ്രവാസ ലോകത്ത് മരിച്ചത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരുപക്ഷെ മലയാളികൾ കേരളത്തിലേക്ക് വന്നപ്പോൾ മുതൽ കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ്. 10-ന് താഴെ മാത്രം രോഗം സ്ഥിരീകരിച്ചിരുന്ന കേരളത്തിൽ ഒരുപക്ഷെ മലയാളികൾ വന്ന ശേഷം അത് 30, 50, 60 വരെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മുഖ്യമന്ത്രി ഒരിക്കലും പ്രവാസികളെ കേരളത്തിലേക്ക് വരാൻ അനുവദിക്കില്ലെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ഇപ്പോഴും അന്യനാടുകളിൽ കഴിയുന്ന പ്രവാസികൾ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിനാണെന്ന് തന്നെ പറയാം. അത്രത്തോളം വിഷമമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ രോഗം ബാധിച്ച സർവ്വവും നഷ്ടപ്പെട്ടാൽ പോലും ജീവൻ ബാക്കിയാകുമെന്ന കാര്യം ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു സംശയത്തിനും നിഴൽ വീണിരിക്കുകയാണ്. കാരണം കേരളത്തിലും മരണസംഖ്യ ഏറുകയാണെന്ന് പറയാം. അതേസമയം പ്രവാസ ലോകത്ത് മരിക്കുന്ന മലയാളികളുടെ എണ്ണവും ഓരോ നിമിഷവും ഉയരുകയാണ്. എന്തായാലും COVID-19 പശ്ചാത്തലത്തിൽ ഗൾഫിൽ നിന്നുള്ള 3 പ്രത്യേക വിമാനങ്ങൾ ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുണ്ട്. രാത്രി 7-ന് അബുദാബിയിൽ നിന്ന് IXS 1348 എയർ ഇന്ത്യ വിമാനവും രാത്രി 9-ന് ദുബായിൽ നിന്നുള്ള IX 1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും രാത്രി 11 മണിക്ക് ബഹ്റിൽ നിന്നുള്ള IX 1376 എയർ ഇന്ത്യ വിമാനം എത്തുമെന്നാണ് വിവരം. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള IDM IM മെഹ്റലി അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.